Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയ ഒരു ചീര കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഈ ചീരക്കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ചീര കൊണ്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഇവിടെ ചുമന്ന ചീരയോ പച്ച ചീരയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മൾ ചീര നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും പുറത്തു നിന്ന് വാങ്ങുന്നതാണെങ്കിലും നമ്മൾ എടുത്ത ഉടനെ ആ മൂടൊന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം അതിൽ ഒരുപാട് മണ്ണ് കാണും. ആ മൂട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ വേര് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലപോലെ ഒരു 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകാൻ പാടില്ല. കാരണം നമുക്ക് വൈറ്റമിൻസ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും ചീര കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കണം. മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞ് അതിന് ശേഷം വെള്ളം വാർന്നു പോയതിന് ശേഷം അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇത് ചിലരൊക്കെ തണ്ട് ഇങ്ങനെ നീളത്തിൽ തണ്ടിട്ടിട്ട് അതിൻ്റെ ഇലകൾ മാത്രം അരിഞ്ഞെടുക്കും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി വെള്ളം കൂടെ ഒഴിച്ച്, ഞാൻ കറി ആയതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതിൽ നമുക്ക് അളവ് വെള്ളം കൂടിപ്പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഇതൊരു കറിയാണ്. അപ്പോൾ ഇനി ഉപ്പിടുന്നത് കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഉപ്പ് അത് നമുക്ക് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ ഈ വലിയ കുറച്ച് കൂടുതലുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കൂടി പോകും. അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് വേവിച്ചിട്ട് കറി ആയതിനു ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനൊരു അരപ്പ് റെഡിയാക്കണം. അതിനിവിടെ ഒരു പകുതി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു പകുതി തിരകിയെടുത്തു. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി. ഇത്രയും നമുക്ക് നല്ല നൈസായി അരച്ചെടുക്കാം. ഒട്ടും തരികളില്ലാതെ മാക്സിമം അരയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചു. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, പിന്നെ വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് അതിലോട്ട് ചേർക്കും. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചട്ടിയുടെ ചൂട് മതിയാവും. ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരല്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴിച്ച് കഴിക്കാനായതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് എടുത്തു. ഇപ്പം നമുക്ക് പുളി ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഒരുപാട് പുളിയുള്ള ഒരു കറിയല്ല, ഒരു മൈൽഡായിട്ടുള്ള പുളി മാത്രം മതി. അപ്പോൾ ഇനി ഇത് ചെറുതായി ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത്, ഒരു ടീസ്പൂൺ കടുകും കൂടെ ഇടാം.
ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഉപ്പ് പുളി ഇതൊരു മൈൽഡായിട്ടേ കാണുകയുള്ളൂ. ഈ ഒരു കറിയിൽ ഉപ്പ് ആവശ്യത്തിനുണ്ട്, എരിവ് പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. ടേക്ക് കെയർ.